കത്ര റെയിൽവേ സ്റ്റേഷനിലെ റൂമൊക്കെ എടുത്തിട്ട് കുളിച്ച് ഫ്രഷായി 3 ദിവസമായി കുളിച്ചിട്ട്. എന്തായാലും ആദ്യം കയറി കുളിച്ച് എല്ലാം സെറ്റായിട്ടേ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണേ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു സീനറി ഉണ്ടോ നിങ്ങൾ? ഇതുണ്ടോ? ഓ, അതിന് മേളിൽ എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു ഈ വൈഷ്ണവദേവി ക്ഷേത്രം അതായിരിക്കും. അതാ വൈഷ്ണവദേവി ക്ഷേത്രം എന്ന് തോന്നുന്നു. ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ? കാശ്മീർ വന്നിട്ട് ഹെലികോപ്റ്റർ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാകും. ഈ ഇവിടെ ഇങ്ങനെയുള്ള ഒത്തിരി കടകൾ, ഈ ഒരു സിസ്റ്റത്തിലുള്ള കടകളാണ്. ഉണ്ടോ പനീർ മട്ടർ മസാല. ഇവിടെ എല്ലാം സ്റ്റീൽ പ്ലേറ്റിലാണ്. സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ വലിയ വൃത്തിയൊന്നും നോക്കണ്ട കേട്ടോ. ഒന്നും നോക്കണ്ട. ഒക്കെ ഉണ്ട്. ഇനി ബാക്കിയൊക്കെ വരട്ടെ. ഇതിനോട് വേറെ സാധനം കൊണ്ടുവന്നേ. ഇതുണ്ടോ? സബർജല്ലി പോലുള്ള സാധനം. സബർജല്ലിയാ. റൊട്ടി വന്നേ. റൊട്ടി കഴിച്ചോ? റൊട്ടിയും പനീർ മട്ടർ മസാല എങ്ങനെയുണ്ടോ നോക്കണം. ഇതാണപ്പാ മട്ടർ മസാല. അടിപൊളിയാണ്. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. രാവിലെ റൊട്ടി പനീർ മട്ടർ മസാലയൊക്കെ കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്. നാളെ ഇനി ശ്രീനഗറിലോട്ടുള്ള ട്രെയിനുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നൊരു ദിവസം നമുക്ക് ഇവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കാം. ഒരുപാട് അറിയാവുന്നത് നഹി നഹി 100 രൂപ ബസ് സ്റ്റാൻഡ് വരെ പോകുന്നതിന്. 1 കിലോമീറ്റർ കാണത്തുള്ളൂ ചിലപ്പം. ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. റേറ്റിനൊന്നും കുറവൊന്നുമില്ല. റൊട്ടിക്ക് മാത്രം വിലക്കുറവുണ്ട്, 10 രൂപയുള്ളൂ. ബാക്കി വെജിറ്റബിളിനൊക്കെ നല്ല റേറ്റുണ്ട്. നമ്മൾ കഴിച്ച പനീർ മട്ടർ മസാല ഇല്ലേ, അതിന് 270 രൂപ. വെജിറ്റബിളിനെല്ലാം റേറ്റുണ്ട്. നോൺ വെജ് പിന്നെ നമ്മൾ കഴിച്ചില്ല. അടിപൊളിയാണ് കേട്ടോ. നമ്മളവിടുത്തെ ഒരു ടേസ്റ്റ് ചെയ്യല്ല. സ്പെഷ്യൽ ഐറ്റം, നല്ല ടേസ്റ്റ് ഉണ്ട്. ബസ്മതി भैया कितना है भैया? 1.5 किलो 100 രൂപ. ഓറഞ്ച് 1 കിലോ ഇലയൊന്നും മാടിയിട്ടൊന്നുമില്ല. ഇപ്പോൾ പറിച്ചോണ്ട് വന്നതാണ്. 1.5 കിലോ 100. നമ്മൾ വിടുമോ? ഇപ്പോൾ വാങ്ങിച്ചെന്ന് ചോദിച്ചു. വാങ്ങിയില്ല. എന്താ ചോദ്യം? നമ്മുടെ ഇവിടെയൊക്കെ എത്ര ദിവസം കഴിഞ്ഞ് സാധനം സൗർ ഞാൻ എടുത്തോളൂ. कच्चा वाला नहीं चाहिए भैया. हाँ, आज कल सुबह खाने के लिए ऐसा वाला दो. അടിപൊളി ക്ലൈമറ്റ് അല്ലേ തോന്നപ്പോ? ക്ഷീണമില്ല. ഇപ്പൊ നമ്മൾ എത്ര നേരം കൊണ്ട് നടക്കാൻ തുടങ്ങിയതാ. ഇല്ലയോ? തൊണ്ണൂറ് ചെറിയ 20 മിനിറ്റ് ഒന്നും അല്ല, അരമണിക്കൂർ മേലെ. ഒന്നും പിന്നെ ഉള്ള വള്ളിയെല്ലാം പിടിച്ച് വാങ്ങിക്കുന്നുണ്ടേ. കുതിര അടിപൊളി. വീണ്ടും ഇഷ്ടം പോലെ കുതിരയാണ്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോകാൻ ഇറങ്ങിയില്ലേ? നമ്മൾ ചോദിച്ച് എവിടെ അതോ അവിടെ ചെല്ലും. എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നല്ല തുടക്കം. അത് പിന്നെ ആരോട് ചോദിച്ചാലും ഇഷ്ടികരാ. മൊത്തം തന്നെ കണ്ടോ? മൊത്തം ഇഷ്ടികയില്ല ബിൽറ്റ്. എന്തോ തിരക്കാണ്, ആളുണ്ട് ശരിക്കും.
പിന്നെ ആണ് പശുവാണേ. മാറി എടുത്തുകൊണ്ട് പോവാണേ. ഗോമാത, ഇതാണ് ഗോമാത. ജമ്മു കാശ്മീർ പോലീസിൻ്റെ ആണേ. ഒരു വാഹനം കിടക്കുന്നുണ്ടോ, പട്ടാളക്കാരും എല്ലാവരും ഉണ്ട്. കണ്ടോ, ഇതുണ്ടോ പട്ടാള വണ്ടിയാണേ. പട്ടാളക്കാരും നിൽക്കുന്നുണ്ട്, കണ്ടോ. ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെ പോലീസാണെങ്കിൽ ഇവിടെ എല്ലാം മിലിറ്ററിക്കാരാണ്. അതൊരു വെറൈറ്റി ആയിരുന്നു നമ്മളെ സംബന്ധിച്ച്. ബസ് സ്റ്റാൻഡ് हाँ अल्लाह लोकल बस जाने वाला बस स्टैंड ओ सामने हाँ उधर से അവിടെ കേട്ടോ. ഇവിടെ ധാരാളം സ്പോട്ടുകളുണ്ട് ഇതുപോലെയുള്ള. നമുക്കുള്ള സിം കിട്ടും. നമ്മുടെ ID പ്രൂഫ് കൊടുത്താൽ മതി, ആധാറിൻ്റെ കോപ്പി കൊടുത്താൽ മതി, നമുക്ക് ഉപയോഗിക്കാൻ സിം കിട്ടും. 1 മാസം ആണെന്ന് തോന്നുന്നു അതിൻ്റെ വാലിഡിറ്റി. അപ്പോൾ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ വന്നാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള സിം ഇവിടെ കിട്ടും. ജമ്മുവിലോട്ടോ, ജമ്മു 80 രൂപ. ജമ്മു വരെ, ഖത്തറിൽ നിന്ന് ജമ്മു വരെ പോകുന്നതിന് 80 രൂപ, 80 റുപ്യ. കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം കേട്ടോ. ഇത്രേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചതിന് അത്ര ഒരു അതെ വലിയ വിചാരിച്ച പോലുള്ള ഒരു വലിപ്പമൊന്നുമില്ല. തീരെ ചെറുതാ. പ്രൈവറ്റ് വണ്ടിയാണ്. പ്രൈവറ്റാ. ഗവൺമെൻറ്റിൻ്റെ ഒന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം പ്രൈവറ്റ് പരിപാടിയാണ്. ഒന്നും കാണുന്നില്ല, എല്ലാം പ്രൈവറ്റ് വണ്ടികളാണ്. ഇവിടെ എല്ലാവരും ബിസിനസ്സാണ്. റൂം വേണോ, അത് വേണോ, ഇത് വേണോ. അതുപോലെ ഇഷ്ടംപോലെ വിഷക്കാരുണ്ട്. നമ്മുടെ കൂടെ വരും, കിലോമീറ്ററൊക്കെ നടന്ന് കളയും 10 രൂപയ്ക്ക്. അതാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വൈഷ്ണവി ദേവി. അവിടെ പോകാൻ നമ്മൾ ഇവിടെ ഓഫീസുണ്ട് ഖത്തർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ഒരു കൂപ്പൺ എടുക്കണം. കണ്ടോ, ഇതാ കൂപ്പണേ. അതിന് നമുക്ക് ആധാർ കാർഡ് മാത്രം മതി, പൈസ ചിലവൊന്നുമില്ല. അതിനുശേഷം ഒരു ഓട്ടോ വിളിച്ചാൽ നമ്മൾ നേരെ അവിടോട്ട് പോകാം. ഇതാ ഓഫീസേ. ഇവിടുന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു ഓട്ടോയിൽ കയറി അവിടെ പോവാം, മെയിൻ ഗേറ്റിന്. അങ്ങനെ എനിക്കൊന്ന് നടക്കണമെന്ന് തോന്നുന്നു, കുറേ നടക്കാനുണ്ട്. ഇവിടെ പരിപാടി എന്തുവാന്ന് അറിയത്തില്ല, നമുക്ക് പോയി നോക്കാമേ. നമ്മളെ ഒരു ഓട്ടോയിൽ കയറി കയറിയിട്ട് അവിടെ പോയി ഇറങ്ങാം. കത്തി റേറ്റൊക്കെയാണ്. എനിക്കൊന്ന് 1.5 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. 200 രൂപ. എന്തായാലും പോയി നോക്കാം. ഇനി ഒത്തിരി അങ്ങോട്ട് ഇഷ്ടം പോലെ കയറാനുള്ള, നടന്ന് കയറാനുള്ള. അപ്പോൾ ഓട്ടോയ്ക്ക് തന്നെ അവിടെ പോയാൽ റോഡ് നടുക്ക് വെച്ച് കയറാൻ എന്താ ചെയ്യാൻ പറ്റും. അടിപൊളി. ഓട്ടോ എടുക്കുന്നുണ്ടോ എൻ്റെ പൊന്നോ, നോക്കിയേ. എന്തോ ഓട്ടോ ഇത്. പത്തനംതിട്ട ജില്ലയിലെ ഓട്ടോ എല്ലാം കൂടെ ഉണ്ട് അല്ലേ. ഇവിടെ എല്ലാം ഏതാണ്ട് കിട്ടിയിട്ടേക്കോ കേട്ടോ. പണി കിട്ടിയിട്ടേക്കോ. കുതിരപ്പുറത്ത് മേളിൽ പോകാൻ തോന്നുന്നു കേട്ടോ. കുതിരപ്പുറത്തേ മോളിൽ പോകാൻ തോന്നുന്നു. നോക്കി എന്താ രസം, നോക്കി അടിപൊളിയാണ്. എല്ലാം കൂടെ ലയിച്ച പൊതിയുന്ന പോലെ. അവിടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എടുത്തോണ്ട് പോവാം, വണ്ടിയെ കൊണ്ടുപോവാം, എന്തൊക്കെയാ മാറ്റം. എൻ്റെ മോനെ എന്താ പരിപാടിയാ. നമ്മൾ പിന്നെ പറഞ്ഞു, നമ്മൾ ഇമ്മ ഫ്രണ്ടിൽ പോയിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകും എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ നമ്മളങ്ങ് വിട്ട്. പിന്നെ നമ്മളെ കണ്ട മൈൻഡില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ക്യാമറ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ലൈറ്റർ, ചുവാക്കോ, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ ഒരു ക്യാമറയുണ്ട്, മൊബൈൽ ഫോണുണ്ട്, എല്ലാ സാധനമുണ്ട്. അപ്പോൾ പോക്ക് നടക്കത്തില്ല. ഇല്ല പിന്നെ അവിടെ ലോക്കർ അവൈലബിലിറ്റി വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും സ്കാനറുണ്ട്, സ്കാനർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദർശനം ചെയ്തിട്ട് വരുന്നതിനുണ്ടല്ലോ 7 മണിക്കൂർ എടുക്കും. ഇവിടെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വരും, നമുക്കത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ
അതിലൊന്നും വീഴരുത്, അതിനൊന്നും ആവശ്യമില്ല. ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരുണ്ട്, അതൊരു സിമ്പിളായിട്ട് നമുക്ക് ദർശനം നടത്താം. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, പിന്നൊക്കെ ഓരോ മനസ്സല്ലേ, അതുകൊണ്ട് കണ്ടില്ലേ ആ മന്ദിറിൻ്റെ കാണിക്കാമേ. ദേഖോ, കണ്ടോ ആ മുകളിൽ കയറണേ. അവിടെ വീഡിയോഗ്രാഫി മൊബൈൽ ഒന്നും മുകളിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. സ്കാനർ കണ്ടു കഴിഞ്ഞാൽ അവരവിടെ എടുക്കും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ. സംഭവം കൊള്ളാം, കിടുക.